വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? യെസ്. പേര് മുഹമ്മദ് അമീൻ. മുഹമ്മദ് വിശ്വാസിയാ? വിശ്വാസം, പൂർണ്ണ വിശ്വാസിയല്ല, എന്നാലും പകുതി വിശ്വാസം തന്നെ. പകുതി വിശ്വാസി കളഞ്ഞു. അതായത് മൂടുപോയി. പറഞ്ഞോ. ഒന്നല്ല, ഞാനിപ്പോ നിങ്ങൾ ഈ പറഞ്ഞിങ്ങനെ ലൈവിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കരുന്നേ. അതായത് നബിനെ പറ്റി ഇങ്ങനെ പറഞ്ഞൊക്കെ നമ്മളത് ശരിക്കും പറഞ്ഞാൽ കേട്ട് പരിചയമില്ലാത്ത ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞേ. അതുകൊണ്ട് അങ്ങനെ എന്തായാലും പിന്നെ വിളിക്കാൻ കാരണം എന്താ പറഞ്ഞോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഹമ്മദ് നബി ഒരു പെണ്ണിനെ ഡിവോഴ്സ് ചെയ്ത കഥ? ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞട്ടെ. ഞാൻ ചോദിക്കണത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ മുഹമ്മദ് നബി ഇതേപോലെ ഈ കെട്ടി ഒഴിവാക്കിയതിനെ കുറിച്ച് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കേസ് ഞങ്ങൾ തരികയും, ഞാൻ 3 വർഷത്തോളം ഞാൻ ദർസ് ഓതിയ ആളാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ തരികയും കേട്ടിട്ടില്ല. നിങ്ങൾ പോയി അന്വേഷിക്കണം. ഇനി നിങ്ങൾ പോയി അന്വേഷിക്കണം. അമ്ര ബിൻത് യസീദിന് എന്ത് സംഭവിച്ചു നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കണ്ട എന്തിന്? വേണ്ട. അങ്ങനെ ഒരു സംഭവം, ഏറ്റവും ലോകത്തിലെ ഏറ്റവും അടിപൊളി മനുഷ്യനാണ് ഈ നബി, ഈ മുഹമ്മദ് നബി പറഞ്ഞാല്. അറിയോ? അത് തകരും. അതാണല്ലോ പ്രശ്നം. നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ബാഹുബലി 2 നിങ്ങൾ കണ്ടാൽ ഇസ്ലാം പൊട്ടി തകരും. അതാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ആളുടെ ഭാര്യയുടെ പേര് വരെയാണ് ഇവിടെ പറഞ്ഞത്. അമ്ര ബിൻത് യസീദ് എന്ത് സംഭവിച്ചു നിങ്ങൾ പോയി അന്വേഷിക്കൂ. അത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റാത്ത അതവിടെ കട്ടെ. എവിടെ കട്ടെ? രാഷ്ട്രപിതാവിനെ വെച്ച് നിങ്ങൾ കുറെ കളിക്കാൻ നോക്കണ്ടേ. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോ അത് പറയും. രാഷ്ട്രപിതാവ് ഒക്കെ അവിടെ രണ്ടും രാഷ്ട്രപിതാവ് അല്ലല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഇസ്ലാമാണ്. രാഷ്ട്രപിതാവ് ഇസ്ലാം തമ്മിൽ ബന്ധം. രാഷ്ട്രപിതാവിനും കൂട്ടണതില്ല. കാരണം രാഷ്ട്രപിതാവ് മാനവരിൽ മഹോന്നതനാണോ? സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ് രാഷ്ട്രപിതാവ്. മാനവരിൽ മഹോന്നതനാണോ? RSSനെ കൂടുതൽ രാഷ്ട്രപിതാവ് മാനവരിൽ മഹോന്നതനാണോ? രാഷ്ട്രപിതാവ് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും മാനവരിൽ മഹോന്നതനാണോ? രാഷ്ട്രപിതാവ് ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണോ എന്ന് ആണ്. അതിലൊരു വേറെ മാറ്റമില്ല. ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട പോലെ അപ്പിയിടാൻ നമ്മളോട് പറയണ്ടോ? എന്തിന്? അത് ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട പോലെ ഇരുന്ന് നിങ്ങളെല്ലാ ഇന്ത്യക്കാരും ഇരുന്ന് അപ്പിയിടണം എന്ന് എവിടെയും പറയുന്നുണ്ടോ? കോയ ഹാഫ് കോയ കേൾക്ക്. ഹാഫ് കോയ ചോദിച്ചതിന് ഉത്തരം പറയാം. ഹാഫ് കോയ ചോദിച്ചതിന് ഉത്തരം പറയാം. ഹാഫ് കോയ ചോദിച്ചതിന് ഉത്തരം പറയാം. ഹാഫ് കോയ ചോദിച്ചതിന് ഉത്തരം പറയും. ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട മാതിരി എല്ലാ ഇന്ത്യക്കാരും ഇരുന്ന് അപ്പിയിടണം എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മാനവരിൽ മഹോന്നതനാണെന്ന് പറഞ്ഞ ഈ ചോദ്യം വരും. അതിന് ഉത്തരം പറയാണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എന്തിന്? ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട പോലെ എല്ലാ ഇന്ത്യക്കാരും ഇരുന്ന് അപ്പിയിടണം എന്നൊരു വാദം അത് ഉണ്ടോ ഇല്ലേ? നിങ്ങൾ അതൊക്കെ അവിടെ വെക്കൂ. മാനവരിൽ മഹോന്നതനാണ് എന്ന് പറയുമ്പോ ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട പോലെ ഇരുന്ന് എല്ലാ ഇന്ത്യക്കാരും ഇരുന്ന് അപ്പിയിടണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ചോദിച്ചതിന് ഉത്തരണ്ടി പറയും. ഗാന്ധിജി ഇരുന്ന് അപ്പിയിടണം എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഇന്ത്യക്കാരും ഇരുന്ന് അപ്പിയിടണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? കാര്യമുണ്ട്. മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ട പോലെ നിങ്ങൾ ഇരുന്ന് അപ്പിയിടണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് കാര്യം. ഇപ്പൊ മനസ്സിലായോ? മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിടണ മാതിരി ഇരുന്ന് അപ്പിയിടണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ട മാതിരി ഇരുന്ന് അപ്പിയിടണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ലോകത്ത് എത്ര ആൾക്കാരും മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ട മാതിരി അപ്പിയിടണം, ഇരുന്ന് മുള്ളിയ മാതിരി മുള്ളണം എന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? മുഹമ്മദ് ഇരുന്ന് മുള്ളിയ മാതിരി അപ്പിയിട്ട മാതിരി എല്ലാ മുസ്ലിങ്ങളും ഇരുന്ന് മുള്ള അപ്പിയിടുകയും ചെയ്യണമെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? എന്തിന് നല്ല ചോദിച്ചാ പഠിപ്പിക്കണ്ടോ ഇല്ലേന്ന്? പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയില്ലേ വെച്ചിട്ട് പോ. മുഹമ്മദ് ഇരുന്ന് മുള്ളിയ അപ്പിയിട്ട മാതിരി എല്ലാ മുസ്ലിങ്ങളും ഇരുന്ന് അപ്പിയുടെ മുള്ളം ചെയ്യണമെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ചോദിച്ചതിന് ഉത്തരമുണ്ടോ? ചോദിച്ചതിന് ഉത്തരമുണ്ടോ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. കോയ ഹാഫ് കോയ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. വെറുതെ കിടന്ന് തെറി വിളിച്ചാൽ മുഹമ്മദിന് കിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ പറയും. അപ്പൊ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. മുഹമ്മദ് ഇരുന്ന് മുള്ള അപ്പിയിട്ട മാതിരി എല്ലാ മുസ്ലിങ്ങളും ഇരുന്ന് അപ്പിയിടണം എന്ന ഒരു അധ്യാപനം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. ഹാഫ് കോയ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. മുഹമ്മദ് ഇരുന്ന് അപ്പിയിട്ട മാതിരിയും മുള്ളിയ മാതിരിയും എല്ലാ മുസ്ലിങ്ങളും മുള്ളയും അപ്പിയിടണം എന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? എല്ലാ മുസ്ലിങ്ങളും മുഹമ്മദ് ഇരുന്ന് അപ്പിയിട്ട മുള്ളിയ മാതിരി ഇരുന്ന് അപ്പിയുടെ മുള്ളയും ചെയ്യണമെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് എന്താ ഇത്ര പറയാൻ മടി? ഇസ്ലാമിൽ ഒരു അധ്യാപനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് സുന്നത്താണെന്നൊക്കെ പണ്ട് ഞെരിവിരി കൊണ്ട് പറഞ്ഞിരുന്ന സാധനം ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ ഇത്ര ഉളുപ്പ്.
എന്താണ് ഇങ്ങനെ ഒരു ലജ്ജ? എന്ത് പറ്റി കോയ? ഇത്ര ഉള്ള നിങ്ങൾ ഇസ്ലാം? ഇത്ര ഉള്ള നിങ്ങൾ ഇസ്ലാം? മുഹമ്മദ് പഠിപ്പിച്ചൊരു സാധനം ഉണ്ട് ഇസ്ലാമിൽ, അങ്ങനെ ഉണ്ട് അങ്ങോട്ട് പറഞ്ഞു നോക്ക്. എന്താ ഉണ്ടാവുക? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പറയണ്ടേ? നിങ്ങൾ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കൂലേ? മുഹമ്മദ് നബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കൂല? മുഹമ്മദ് നബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കൂലേ? ഉണ്ട്. നിങ്ങൾ സ്വീകരിക്കാത്ത രണ്ട് കാര്യം പറഞ്ഞേ. മുഹമ്മദ് നബി പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു രണ്ട് കാര്യം പറഞ്ഞേ. മുഹമ്മദ് നബി പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രണ്ട് കാര്യം പറയും. മുഹമ്മദ് നബി പറഞ്ഞ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രണ്ട് കാര്യം പറയും. ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി അപ്പിടാനും മുള്ളാനും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? മുഹമ്മദ് അപ്പിടാനും മുള്ളാനും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം. അതാണ് വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും കടന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കില്ല. ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയില്ലെങ്കിൽ വെച്ചിട്ട് പോവാ, നമുക്ക് സമയമില്ല. ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. മുഹമ്മദ് ഇരുന്ന് അപ്പിടാനും മുള്ളാനും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ചോദിച്ചതിന് ആദ്യം ഉത്തരം പറയും. മുഹമ്മദ് ഇരുന്ന് അപ്പിടാനും മുള്ളാനും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാ. നിങ്ങൾ എന്തെങ്കിലും കടന്നിട്ട് പറഞ്ഞാൽ അതിനൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല. ഇവിടെ ഒരു മാനവരിൽ മഹോന്നതൻ എന്നൊരു വാദം നിങ്ങൾ കൊണ്ടുവന്നു. ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഗാന്ധിജി ഇരുന്ന അപ്പിട്ടമാരി എല്ലാ ഇന്ത്യക്കാരും അപ്പിടണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ മുഹമ്മദ് നബി ഇരുന്ന അപ്പിട്ടമാരി മുള്ളിയ മാതിരി ഇരുന്ന് അപ്പിടണമെന്നും മുള്ളണമെന്നും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് സമ്മതിക്കാൻ നാണം, ലജ്ജ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അറിയാം ഈ സാധനത്തിൽ. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ വിജയം. ഓക്കെ, നിങ്ങൾ മമ്മദിന്റെ കാര്യം പറയുമ്പോൾ അത് പറയും. മമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ മുസ്ലിങ്ങളും മമ്മദ് ഇരുന്ന് അപ്പിട്ട മുള്ളിയമാരി ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? വിഷയമാണല്ലോ ഇസ്ലാമിൽ. അത് വിഷയമല്ലേ? നിങ്ങൾ അത് ശരി. നിൽക്കുന്നു വിഷയമാണ്. വിഷയമല്ലാന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കക്കൂസിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ കക്കൂസിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന പറയും. കക്കൂസിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന പറയും. കക്കൂസിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന പറഞ്ഞ് കക്കൂസിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന പറയും. അങ്ങക്ക് അതറിയില്ല. ഇനി കക്കൂസിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പറയും. കക്കൂസിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പറയും. കക്കൂസിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പറയും. നിങ്ങൾക്ക് അത്ര ഐഡിയ ഇല്ല. എന്നാൽ നമുക്കത് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്കത് പഠിപ്പിച്ചിട്ട് പോവാം. പ്രയർ എൻറ്ററിങ് ആൻഡ് ലീവിങ് ടോയ്ലറ്റ്. നമുക്കത് പഠിച്ചിട്ട് പോവാം. കോയ നിക്ക് നമുക്ക് എന്നിട്ട് ഗാന്ധിജി ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ കൂടി നോക്കാം. ഓക്കെ, നമുക്കത് പഠിച്ചിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇസി. ഇതാണ്. ഇത് എപ്പോ ചെല്ലണ? കേറുമ്പോഴാണോ ഇറങ്ങുമ്പോഴാണോ? ഇത് കേറുമ്പോഴാണോ ഇറങ്ങുമ്പോഴാണോ? കേറുമ്പോ ചെല്ലണം. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ കക്കൂസി കയറുമ്പോ പ്രാർത്ഥന ഉണ്ട്. ഇനി ഇതേമാതിരി ഒരു സാധനം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു സാധനം? അപ്പിടാൻ കയറുമ്പോ എന്ത് പ്രാർത്ഥിക്കണം എന്നാ ഗാന്ധിജി പറഞ്ഞിരിക്കണേ? എങ്ങനെ? കക്കൂസി കയറുമ്പോ വർഗീയത പറയരുതെന്ന്. ഞാൻ കക്കൂസിന്റെ കാര്യം ചോദിക്കണത്. നിങ്ങൾ കക്കൂസിന്റെ കാര്യം എടുക്കും. മുഹമ്മദ് നബീനെ കുറിച്ച് പറയുമ്പോൾ വർഗീയതയിലേക്കൊക്കെ ഒന്ന് പോകണ്ട. അതൊക്കെ കൂടിയ സാധനം. അതൊക്കെ അവിടെ കിട്ടും. മുഹമ്മദ് നല്ല അസൽ വർഗീയവാദിയായിരുന്നു. തൽക്കാലം നമുക്ക് കക്കൂസിന്ന് തുടങ്ങാം. കക്കൂസ് നിലവാരത്തിലുള്ള കാര്യം നമുക്ക് ആദ്യം പറയാം. ചോദിച്ചതിന് ഉത്തരം പറയൂ. അതായത് ഈ പറഞ്ഞ മാതിരി കക്കൂസി കയറുമ്പോ അത് വലിയ കാര്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ കക്കൂസി കയറുമ്പോ പ്രാർത്ഥന വരെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമാണ് അതിനേക്കാൾ വലിയ കോമഡി. ഐ സീക്ക് റെഫ്യൂജ് വിത്ത് യു ഫ്രം ഈവിൾ ആൻഡ് ഫ്രം ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഡെവിൾസ്. ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്നാ പറഞ്ഞത്. ആൺപിശാചും പെൺപിശാചിൽ നിന്നും. ഇതാണ് കക്കൂസി കയറുമ്പോ പ്രാർത്ഥിക്കാൻ മുഹമ്മദ് നബി പഠിപ്പിക്കുന്നത്. ഇതറിയോ? അതല്ല. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? കക്കൂസി കയറുന്ന ഇത്ര വലിയ വിഷയമാണ്. കക്കൂസി കയറുന്ന ഇത്ര വലിയ വിഷയം അല്ലെങ്കിൽ എന്തിനാ കോയ കക്കൂസി കയറുമ്പോ പ്രാർത്ഥന? കക്കൂസി കയറുന്ന ഇത്ര വലിയ വിഷയം അല്ലെങ്കിൽ പിന്നെ എന്തിനാ കക്കൂസി കയറുമ്പോ പ്രാർത്ഥന? കക്കൂസി കയറുന്ന ഇത്ര വലിയ വിഷയം അല്ലെങ്കിൽ എന്തിനാ കോയ കക്കൂസിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥന? കക്കൂസി കയറുന്നത് ഇത്ര വലിയ വിഷയം അല്ലെങ്കിൽ എന്തിനാ കോയ ഏത് കാലിലിരുന്ന് അപ്പിടണം എന്നുള്ള പ്രാർത്ഥന? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ഇതൊക്കെ എന്താണ് ഈ കാണുന്നത്?
ഈ ഇതുപോലെ പഠിപ്പിച്ചു വെക്കുന്ന ഇതേപോലെ മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ട് ഏത് കാലിലേക്ക് ചാഞ്ഞിരുന്നാണോ അപ്പിയിട്ടത് അതേമാതിരി നിങ്ങളും ഇരുന്ന് അപ്പിയിടണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. അതുകൊണ്ട് അത് മാനവരിൽ മഹോന്നതനാണ്. അപ്പിടുന്നതിൽ പോലും മാതൃക. എത്ര മഹത്തരമാണ് ഇസ്ലാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് ഇസ്ലാം. വാവ്, അടിപൊളി. അതാണ് പൊട്ടത്തരൊന്നുമില്ല, അപ്പിടാൻ വരെ പഠിപ്പിക്കുന്നു, അതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഇഞ്ചാതി സാധനം പഠിപ്പിച്ച ആളെ വെച്ചിട്ട് ഇത് മാനവരിൽ മഹോന്നതനാണ് പറയുന്ന സാധനം വെച്ചിട്ട് മാനവരിൽ മൗനതനാണ് സാധനം വെച്ചിട്ട് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂറി മുഴുകാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്, ഇത് ഒറിജിനൽ സാധനം. അത് കക്കൂസ് കഥ വെച്ചിട്ട് അത് മുഹമ്മദ് നബീനെ കൂടെ ഇരുത്തിക്കൊണ്ട് ഇതേപോലെ തൂറി മുഴുകുന്ന ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ക്ലാസിക് ക്ലാസിക് അപ്പിക്കഥ. അപ്പിയിൽ കയറുമ്പോ പ്രാർത്ഥന, ഇരുന്ന കാലിന്റെ കണക്ക് എന്തെല്ലാമാണ്. ഇങ്ങനെയുണ്ടോ ഒരു യോഗം? ഏത് എവിടെ ഏത് പറഞ്ഞിരിക്കണം? ആ ഹദീസ് നമ്പർ എന്ന് പറഞ്ഞേ, ആ ഹദീസ് നമ്പർ എന്ന് പറഞ്ഞേ. എന്നാ വേഗം തപ്പ്, ഞാൻ വെയിറ്റ് ചെയ്യാം. ആ ഹദീസ് നമ്പർ ഇങ്ങ് എടുക്കുക. രാജ്യസ്നേഹമാണ് ഈമാന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്ന ആ ഒറിജിനൽ ഹദീസിന്റെ നമ്പർ ഇങ്ങ് എടുക്കുക. ഓ അത് നമ്മളിപ്പോ കലിമയല്ലും. ആ പിന്നെ യെസ്, ആ അതെ സഹീഹായ ഹദീസിന്റെ ആ നമ്പർ ഇങ്ങ് തന്നാ ഞാൻ ഇപ്പൊ കലിമയല്ലും. ഓ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. രാജ്യസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ഹദീസ് കേട്ടോ, അതല്ലേ നിങ്ങൾ പറഞ്ഞേ? അല്ലേ? ആ വേഗം എടുത്തിട്ടോ. രാജ്യസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന ഹദീസുമായിട്ട് ഇപ്പൊ വരും. കമോൺ കോയ. കോയ വീണ്ടും അപ്പിടാൻ പോയിരിക്കുകയാണ്. ആ ഹദീസ് ഫേബ്രിക്കേറ്റഡ് ആണ് കോയ. ആ ഹദീസ് ഫേബ്രിക്കേറ്റഡ് ആണ് കോയ. ആ ഹദീസ് നിങ്ങൾ നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കാൻ വരും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ സംസാരിക്കണം എക്സ് മുസ്ലിമിന്റെ അടുത്താണ് കൊന്ന് ഹാഫ് കോയ. പകുതി വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെറുതെ വിടുകയാണ്. നിങ്ങൾ ആദ്യം പോയി അന്വേഷിക്കുക. ഈ ഹദീസ് ഒരു ഫേബ്രിക്കേറ്റഡ് ഹദീസാണ്, കെട്ടിച്ചമച്ച ഹദീസിന് ഉദാഹരണമായിട്ട് പറയുന്ന സാധനമാണത്. നിങ്ങൾക്കത് കിട്ടില്ലാന്നേ. നിങ്ങളത് കൊണ്ടുവന്നത് ഞാൻ കലിമേൻ ചൊല്ലും, എന്റെ ചാനൽ ഞാൻ നിങ്ങൾക്ക് എഴുതി തരും. ആ ജമിനിനോട് തന്നെ ചോദിച്ചോളാം. ഓ ഓ ഓ ഞാനതല്ലേ പറഞ്ഞത്, ചാനൽ തന്നെ അങ്ങോട്ട് തരും. ചാനൽ നിങ്ങൾ എടുക്കുന്നേ വേണ്ടാന്ന് പറയരുത് പ്ലീസ്. അങ്ങനെ പറയരുത്. നിങ്ങൾ അത്രയ്ക്ക് വലിയ മഹാമനസ്കനൊന്നും ആവല്ലേ. നിങ്ങൾ അങ്ങനെ വലിയ മഹാമനസ്കരൊന്നും ആവണ്ട. ഞാനും ഏകദേശം ഞങ്ങളെ മാതിരി തന്നെ ആവാൻ നിന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലായി എന്താ പറയാ, എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്റെ ജീവിതത്തിൽ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്റെ ജീവിതം മാറിയ സമയങ്ങളാണ് ഇപ്പൊ. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും എനിക്ക് കേൾക്കുമ്പോ എന്തൊരു മധുമായിരിക്കും. അതൊക്കെ നിങ്ങളായിക്കോട്ടെ, പക്ഷെ ഈ ഹദീസ് എടുത്തോണ്ട് വാ. എനിക്ക് കലിമെല്ലാം മുട്ടിയിട്ട് പാടില്ല. ഒരു മിനിറ്റ്, അറബി മൂളിച്ചിടട്ടെ. അറബി മൂളിച്ച മാഷപ്പ്. ഞാനിവിടെ എടുത്തിട്ടുണ്ട് ജമിനി, വായിച്ചു തരട്ടെ? ഒന്ന് വായിച്ചു. ജന്മനാടിനുള്ള സ്നേഹമല്ല, ദേശസ്നേഹം ഈമാന്റെ ഭാഗമാണ്. ദേശസ്നേഹം ഈമാന്റെ ഭാഗമാണ്, അതാണ്. അതായത് ജന്മനാടിനോടുള്ള സ്നേഹം, അതായത് നമ്മൾ ജനിച്ച ഇന്ത്യനോടുള്ള സ്നേഹം. പ്രവാചകൻ തന്റെ ജന്മനാടായ മക്കയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അതായത് നമ്മള് അതേമാതിരി അതല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ലവ് ഫോർ വൺസ് കൺട്രി ഈസ് പാർട്ട് ഓഫ് ഫെയ്ത്ത്. ദേശസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്നൊരു ഹദീസ് ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ആ സാധനങ്ങളാണ് എടുത്തോണ്ട് വരേണ്ടത്, അല്ലാതെ വെറുതെ കിടന്ന് മെഴുകല്ലേ. പോരട്ടെ, സമയല്ല, വേഗം.
ഞാനത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വായിച്ചുതരാം ഏത്? ആ ഹദീസ്. ഒന്ന് വായിക്കുന്നാല്. ആ ഓക്കെ, ദേ വരുന്നു, പിടിച്ചോ. ജെമിനി അല്ല നിങ്ങൾക്ക് വേണ്ടത്, ജെമിനിന്ന് തന്നെയുള്ള സാധനം ഞാൻ വായിച്ചുതരാം. ജെമിനിയാളെ നിങ്ങൾ എടുക്കുകയുള്ളൂ. ഒറ്റ ഫോണുള്ളൂ, അതുകൊണ്ട് എനിക്ക് ആ മനസ്സിലാക്കാം, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാം. എന്തായാലും എൻ്റെ കലിമ ജനാനുള്ള ആ സൗകര്യമാണ് പോയത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതേ ജെമിനി പറയുന്നു, പാട്രിയോട്ടിസം പാർട്ട് ഓഫ് റിലീജിയൻ, അല്ലെങ്കിൽ ദേശസ്നേഹം പാർട്ട് ഓഫ് റിലീജിയൻ. ദ ഫ്രേസ് ലവ് ഫോർ വൺസ് കൺട്രി ഈസ് പാർട്ട് ഓഫ് ഫെയ്ത്ത്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ എന്നാണ് അതിൻ്റെ പറയുക. ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ. ഓക്കെ, അതായത് ദേശസ്നേഹം, ഹുബ് അൽ വതൻ രാജ്യസ്നേഹം, മിൻ അൽ ഈമാന്റെ ഭാഗമെന്ന് പറഞ്ഞത് ഈസ് എ വൈഡ്ലി കോട്ടഡ് സ്റ്റേറ്റ്മെന്റ്. വളരെയധികം കോട്ട് ചെയ്ത്, നിങ്ങളൊക്കെ കോട്ട് ചെയ്ത മാതിരി. ആൻഡ് often used to promote patriotic sentiment in Islam, although it is considered a weak or unauthenticated narration by many scholars. എന്താ അതിന്റെ അർത്ഥം? അതിനെപ്പറ്റി ഇംഗ്ലീഷ് ഒന്നും എന്നതേ പറഞ്ഞുതരാം, എന്നപ്പതേ പറഞ്ഞുതരാം, ഡോണ്ട് വെറി. അത് ഒരു വീക്കായ, ഒരു ലൈഫായ ഹദീസുമാണ്. അതോടൊപ്പം തന്നെ അതൊരു അൺഓതന്റിക്കേറ്റഡ്, അതായത് അതിന് യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഹദീസാണ്. Despite its weak chain of narration, the concept of loving and defending one's homeland is considered consistent with Islamic values of loyalty and duty. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരു ഹദീസ് വെച്ചിട്ടാണ് നമ്മൾ ദേശസ്നേഹം പഠിപ്പിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് ഇത് ജെമിനി 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 ഗാമിനി 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 ഗാമിനി. കേൾക്കൂ, ജെമിനി പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. ജെമിനി പറയും, കോയ കേൾക്കും. ജെമിനി പറയും, കോയ കേൾക്കും. ജെമിനി പറയും, കോയ കേൾക്കും. ആ ജെമിനി ബാക്കി പറയട്ടെ. ജെമിനി കമോൺ. ജെമിനി ബാക്കി പറയുന്നത്. The key aspects regarding patriotism and Islam: authenticity. Many scholars of hadith consider the phrase hubbul watan min al iman to be a fabricated or extremely weak narration, meaning it is not a verified saying of the Prophet Muhammad. കേട്ടോ കോയ? കേട്ടോ. എന്താ അതിന്റെ അർത്ഥം? ശരി, ഓക്കെ, ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. അതായത് ഒരുപാട് പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഹദീസ്, അതായത് ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ എന്ന് പറയുന്നത് അതൊരു കെട്ടിച്ചമച്ച ഹദീസാണ്, അതുമല്ലെങ്കിൽ അതൊരു വീക്ക്, ഒരു ലൈഫായ ഹദീസാണ് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നുകോയ. ഈ ധൈര്യമുള്ളത് കൊണ്ടും ഇത് നമുക്ക് അറിയുന്നത് കൊണ്ടും ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ കലിമ ചൊല്ലുമെന്നും അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് എഴുതി തരുമെന്ന് വരെ മഹാമനസ്കനായ ഈ ആശാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായി. അപ്പോ എനിക്ക് കോയോട്, ഈ ഹാഫ് കോയോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. തൂറി മെഴുകിയ ഹാഫ് കോയോട് എനിക്ക് പറയാനുള്ളത് ഇത്ര. കേൾക്കൂ. നിങ്ങൾ കൺഫേം ചെയ്തോളൂ. നിങ്ങൾക്കപ്പോ മുഹമ്മദ് കെട്ടി ഒഴിവാക്കിയ ഭാര്യയുടെ കഥ അറിയില്ല. ഇപ്പൊ അതെ ഈ രാജ്യസ്നേഹം ഇസ്ലാമിൽ ഇല്ല, ഇങ്ങനെ ഒരു ഹദീസ ഇല്ല എന്നുള്ള കഥയും നിങ്ങൾക്ക് അറിയില്ല. രണ്ട് വിലപ്പെട്ട ഇൽമാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ ഇൽമ പഠിക്കാൻ ആഗ്രഹമുള്ള വിശ്വാസികൾ കടന്നു വരൂ. നമ്മളിവിടെ ജെമിനിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരും. നിങ്ങൾക്കിപ്പോ വിശ്വാസം ജെമിനിയാണോ? ജെമിനി റളിയല്ലാഹു അൻഹ, അതാണല്ലോ. തട്ടമിട്ട ജെമിനി ആയിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം. ജെമിനി ഇങ്ങനെ പർദ്ദയ്ക്കിട്ടിരിക്കുന്ന ഒരു കാഴ്ച, അത് കൊള്ളാം. ഇപ്പൊ നമ്മളെക്കാളും തഫ്സീറും ഹദീസ് ഗ്രന്ഥം ഒന്നും ഇവർക്ക് വിശ്വാസമല്ല. ജെമിനി പറഞ്ഞ ഓക്കെയാണ്, അതാണ്. അപ്പൊ ജെമിനി തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന്. അപ്പൊ ജെമിനി തെറ്റായ ഒരു ഇത് കോയ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞപ്പോ ജെമിനി ഇപ്പൊ കൊള്ളൂലാണ്ടായി. അത് എടുക്കില്ല. ജെമിനി ഇപ്പൊ ഇത് ശരിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ അത് എടുക്കൂലേ? ജെമിനി ഇത് ശരിയാണ്, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കൂലായിരുന്നോ? ജെമിനി ഇപ്പൊ ഈ പറയാണ് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഇന്നതാണ് അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കൂലേ? എടുക്കും. അപ്പൊ അതേ ജെമിനി തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന്. ജെമിനി തന്നെയാണ് പറഞ്ഞത്. ഓ സോറി, ഒരു മിനിറ്റ്, ഞാൻ അത് സ്ക്രീനിലും കൂടിയാണ് കാണിച്ചേക്കാം. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുകൊണ്ട് ഞാൻ പറ്റിക്കുകയാണെന്ന് പറയും. വേണ്ട, നമുക്ക് അതും കൂടിയാണ് കാണിച്ചേക്കാം. നിങ്ങൾക്ക് ഇനി ജെമിനി ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം വേണ്ട. ഇതേ ജെമിനി, ഇതാ സ്ക്രീൻ നോക്കിക്കോളൂ, കാണുന്നുണ്ടോ? പാട്രിയോട്ടിസം പാർട്ട് ഓഫ് റിലീജിയൻ. നിങ്ങൾ ഇതാണ് സെർച്ച് ചെയ്യേണ്ടത്. ഒന്നുകൂടി സ്ലോ ആക്കി കാണതേ. നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഇത് സെർച്ച് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഇത് ജെമിനി ഗൂഗിൾ സെർച്ചിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അത് നിങ്ങൾ പോയി പഠിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ജെമിനി പറഞ്ഞാൽ നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറായിട്ട് വന്ന ആളല്ലേ. എന്നിട്ടിപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ വിപരീതമാണെന്ന് കണ്ടപ്പോൾ പോയി പഠിക്കണമെന്ന്. അത് നിങ്ങളെ അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞു. ഇന്നത്തെ വെള്ളിയാഴ്ച ഏതായാലും കഴിഞ്ഞുപോയി. അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പോയി പറഞ്ഞാൽ മതി. അത് ഇവിടെ എടുക്കൂല. ജെമിനി ഇപ്പൊ ഇത് ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ആഘോഷം തുടങ്ങിയേനെ, എന്നെ കലിമ ചൊല്ലിച്ചേനെ, എന്റെ ചാനൽ എഴുതി വാങ്ങിച്ചേനെ, എന്നെ കൂക്കി വിളിച്ചേനെ, എന്തെല്ലാം ചെയ്തേനെ. ജെമിനി ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്
സുന്നത്താണെന്ന് പറഞ്ഞപ്പോ എന്തായി? പോയി പഠിക്കണമെന്ന്. ഇതന്നെയല്ലേ കോയ ഞാൻ ആദ്യം പറഞ്ഞത് പോയി പഠിക്കുന്നു. ഇത് തന്നെയല്ലേ കോയ ഞാൻ ആദ്യം പറഞ്ഞത് പോയി പഠിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് അതങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ജെമിനി വേണം. ഇത് ജെമിനിയാണ് പറയണത്. ദ ഫ്രേസ് ലവ് ഫോർ വൺസ് കൺട്രി ഈസ് പാർട്ട് ഓഫ് ഫെയ്ത്ത് ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ ഈസ് എ widely quoted statement often used to promote patriotic sentiment in Islam, although it is considered a weak or unauthenticated narration by many scholars. അതിന്റെ authenticity ഇവിടെ ഉണ്ട്. Many scholars of hadith consider the phrase hubbul watan min al iman to be a fabricated or extremely weak narration, meaning it is not a verified saying of the Prophet Muhammad. ഓക്കെ, അപ്പൊ ഇത് കണ്ടപ്പോ ഇതിന്റെ അർത്ഥം മനസ്സിലായപ്പോ നിങ്ങൾ എന്തായി? പോയി പഠിക്കണമെന്ന്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പോയി പഠിക്കുക കോയാന്ന്. അപ്പൊ ഹാഫ് കോയ ഒരു മുക്കാൽ കോയയായി മാറാതിരിക്കാൻ ഇത് പോയി പഠിക്കാം. മതത്തിനെ പറ്റി മനസ്സിലാക്കിയിടത്തോളം അധികാരം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ജെമിനിനെ വലിയ വിശ്വാസമായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ജെമിനിനെ വലിയ വിശ്വാസമായിരുന്നല്ലോ. ജെമിനിയോട് ചോദിച്ചാൽ മതി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ജെമിനി താത്ത ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഉരുട്ടി കൊണ്ടുവരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് എന്ത് പറ്റി? അപ്പൊ ശരി കോയ, നമുക്ക് അടുത്ത ആളിലേക്ക് പോണം. പോയി പഠിക്കും. ഓക്കെ. മുഹമ്മദ് കെട്ടി ഒഴിവാക്കിയ പെണ്ണിന്റെ പേര് മറന്നാ? അമ്ര ബിൻത് യസീദ്. വെള്ളപ്പാണ്ട്. അമ്ര ബിൻത് യസീദ് വെള്ളപ്പാണ്ട്. അതായത് ഇവിടെ അല്ലേ നമ്മൾ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോ അതും കാണിച്ചു തരണം. നിങ്ങളിത് പോയി നിങ്ങൾ പോയി പഠിക്കൂ. ജെമിനിയോട് പോയി ചോദിക്കൂ. ഓക്കെ, അപ്പൊ ശരി, ബൈ. കൊള്ളാം. ഇന്നത്തെ ദിവസം ചാകരയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.